ആൻഡി വിയറിൻ്റെ വിഖ്യാത നോവലിനെ ആസ്പദമാക്കി ഉണ്ടാക്കിയ പ്രൊജക്റ്റ് ഹെയിൽ മേരി കണ്ടു. മാർച്ചിൽ ഇറങ്ങിയ സിനിമ ഒരുപാട് നല്ല നിരൂപണങ്ങൾ കണ്ട ശേഷമാണ് കാണുവാൻ കയറിയത്. റയാൻ ഗോസ്ലിംഗ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രം സയൻസ് ഫിക്ഷൻ പ്രേമികൾക്കിടയിൽ വലിയ തരംഗം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഫിൽ ലോഡും ക്രിസ്റ്റഫർ മില്ലറും കൂടെയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഡ്രൂ ഗോദ്ദാർഡാണ് സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നതും. റയാൻ ഗോസ്ലിംഗ് ആണ് നായകനായ ഡോക്ടർ ഗ്രേസായി അഭിനയിച്ചിരിക്കുന്നത്. സാന്ദ്ര ഹുള്ളർ പ്രൊജക്റ്റിൻ്റെ തലവനായ ഇവാ സ്ട്രാറ്റ് എന്ന ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. ഭൂമിയെ സൂര്യൻ്റെ ഊർജം ആഗിരണം ചെയ്യുന്ന ആസ്ട്രോഫോജ് എന്ന ഭീഷണിയിൽ നിന്നും രക്ഷിക്കുവാനുള്ള അവസാന ശ്രമമാണ് സിനിമയുടെ പ്രധാന പ്രമേയം. ഒരു ബഹിരാകാശ പേടകത്തിൽ ഓർമ്മകൾ നഷ്ടപ്പെട്ട നിലയിൽ ഉണരുന്ന ശാസ്ത്രാധ്യാപകനായ റൈലാൻഡ് ഗ്രേസ് എന്ന നായകൻ തൻ്റെ ദൗത്യം തിരിച്ചറിയുന്നതും പ്രപഞ്ചത്തിൻ്റെ മറ്റൊരു കോണിൽ വെച്ച് റോക്കി എന്ന് അയാൾ വിളിക്കുന്ന ഒരു ഏലിയനെ കണ്ടുമുട്ടുന്നതുമായാണ് കഥയുടെ മറ്റൊരു പ്രധാന ഭാഗം. സയൻസ് ഫിക്ഷൻ ഘടകങ്ങൾ ഒരുപാട് സിനിമയിൽ ഉണ്ടെന്നിരിക്കലും സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഗ്രേസും റോക്കിയും തമ്മിലുള്ള ആത്മബന്ധമാണ്. അതായത് നായകനും ആ ഏലിയൻ കഥാപാത്രമുള്ള ആത്മബന്ധമാണ്. ഭാഷയും രൂപവും വ്യത്യസ്തമാണെന്നിരിക്കലും ശാസ്ത്രത്തിലൂടെ അവർ ഒന്നിക്കുന്ന നിമിഷങ്ങൾ വൈകാരികമായി തന്നെ സംവിധായകനും കൂട്ടരും ചിത്രീകരിച്ചിരിക്കുന്നു. ബഹിരാകാശ യാത്രയുടെയും അന്യഗ്രഹ ജീവിതത്തിൻ്റെയും ദൃശ്യങ്ങൾ വളരെ റിയലിസ്റ്റിക്കായി തന്നെ ചിത്രീകരിച്ചിരിക്കുന്നതായി കാണാം. പ്രത്യേകിച്ച് അന്യഗ്രഹ ജീവിയായ റോക്കിയെയും അവരുമായുള്ള ആശയവിനിമയത്തെയും സിനിമയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് ഏറെ മനോഹരമായിരുന്നു. പ്രൊജക്റ്റ് ഹെയിൽ മേരിയിലെ സംഗീതവും സൗണ്ട് ഡിസൈനും ബഹിരാകാശത്തെ നിശബ്ദതയെയും നിഗൂഢതയെയും മനോഹരമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. റോക്കി എന്ന അന്യഗ്രഹ ജീവിയെ CGI വഴി വളരെ വിശ്വസനീയമായി സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. റോക്കിയുടെ ചലനങ്ങളും കല്ലുപോലെയുള്ള തൊലിയുടെ ഘടനയും അതിശയിപ്പിക്കുന്നതായിരുന്നു. സിനിമയുടെ ഏകദേശം 80% സീനുകളിലും നായകൻ തനിയെയാണ് ഉണ്ടായിരുന്നത്. എന്നിട്ടും ബോറടിപ്പിക്കാതെ തന്നെ സിനിമ മുന്നോട്ട് പോയി. നായകൻ എങ്ങനെയാണ് ഈ ദൗത്യത്തിലേക്ക് എത്തിയത് എന്ന് വിവരിക്കുന്ന ഭൂമിയിലെ ഫ്ലാഷ് ബാക്ക് രംഗങ്ങൾ സിനിമയിൽ വളരെ വേഗത്തിലാണ് കാണിച്ചിരിക്കുന്നത്. സ്ട്രാറ്റ് എന്ന കഥാപാത്രത്തിൻ്റെ കാർക്കശ്യവും ദൗത്യത്തിൻ്റെ ഗൗരവവും സിനിമയിൽ കുറച്ചുകൂടെ നാടകീയമായി അവതരിപ്പിച്ചതായും കാണാം. ഹ്യൂമറിന് വളരെ പ്രാധാന്യം നൽകിയാണ് സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിലും നായകൻ നടത്തുന്ന തമാശകൾ സിനിമയ്ക്ക് ഒരു പ്രത്യേക രസം തന്നെ നൽകിയിരുന്നു. ഒടുവിൽ ക്ലൈമാക്സിൽ സ്വന്തം നാടിനെയും മനുഷ്യരെയും എന്നേക്കുമായി ഉപേക്ഷിച്ച് തൻ്റെ സുഹൃത്തിനെ സഹായിക്കുവാൻ ഗ്രേസ് എന്ന നായകൻ തീരുമാനിക്കുന്നത് സിനിമയിൽ വളരെ മനോഹരമായി ഇമോഷണലായി തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇൻ ഷോർട്ട്, ശാസ്ത്രത്തിൻ്റെ ബുദ്ധിയും മനുഷ്യത്വത്തിൻ്റെ ആഴവും ബഹിരാകാശത്തിൻ്റെ അനന്തതയും കോർത്തിണക്കിയ ഒരു വിസ്മയകരമായ സിനിമ അനുഭവമായിരുന്നു പ്രൊജക്റ്റ് ഹെയിൽ മേരി. തികച്ചും ഒരു ഞെട്ടിക്കുന്ന സിനിമ തിയേറ്റർ അനുഭവം തന്നെയായിരുന്നു പ്രൊജക്റ്റ് ഹെയിൽ മേരി.